നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടിയിൽ കലയുടെ നൂപുര ധ്വനികൾ ഉണർന്നു. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ നിർവഹിച്ചു. CCTV കലോത്സവ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനവും DO നിർവഹിച്ചു. പോയിന്റ് നിലയിൽ കുന്നംകുളം ബദിനി സെന്റ് ജോൺസ് മുന്നിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. കുന്നംകുളത്ത് നഗരസഭയിലേക്ക് സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കളത്തിലേക്കിറങ്ങി BJP. ഒരു സിറ്റിംഗ് വാർഡ് ഉൾപ്പെടെ 10 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് BJP ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. പോർക്കുളം പഞ്ചായത്തിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെയും BJP പ്രഖ്യാപിച്ചു. കുന്നംകുളം നഗരസഭയിൽ 650 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. കാമ്പില്ലാത്ത അവകാശവാദങ്ങളാണ് ഭരണസമിതിയുടേതെന്ന് പ്രതിപക്ഷം. വാദവും പ്രതിവാദവുമായി കാട്ടകമ്പാൽ പഞ്ചായത്ത് ചർച്ചയും. പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ജനകീയം 2025 തത്സമയ സംവാദത്തിന് തുടക്കം. വാർത്തകൾ വിശദമായി. ആദ്യം കലോത്സവ വിശേഷം. എരുമപ്പെട്ടിയിൽ നടക്കുന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം AEO A മൊയ്തീൻ അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ കലോത്സവത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ ജോൺസൺ നമ്പഴിക്കാടിനെ ഉപഹാരം നൽകി ആദരിച്ചു. വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ VC ബിനോജ്, സംഘാടക സമിതി കൺവീനർ ഷീബ ജോസ്, പ്രധാന അധ്യാപകരായ ബീന C ജേക്കബ്, KA സുജിനി, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് സിനി ഷാജു, റിസപ്ഷൻ കൺവീനർ ടോം മാർട്ടിൻ, പബ്ലിസിറ്റി കൺവീനർ ജിസൺ കാക്കശ്ശേരി, അധ്യാപക സംഘടനാ പ്രതിനിധികളായ സ്വാതി മനോഹർ, സൈജു കൊളങ്ങാടൻ, ഷൈനി ചെറുവത്തൂർ, PL ഗോപാലകൃഷ്ണൻ, CJ ജിജു, PK ലൈനു, MA ജാബിർ, നീൽ ടോം, VK വിപിൻ ദാസ്, C അബ്ദുൾ മുനീർ എന്നിവർ പങ്കെടുത്തു. നവംബർ 11 മുതൽ 14 വരെ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ, നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പ്രസിഡൻസി കോളേജ്, ഹോപ്പ് പബ്ലിക് സ്കൂൾ, സ്കൈ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിൽ ഒരുക്കിയ വേദികളിലാണ് കലോത്സവം നടക്കുക. ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ചൊവ്വാഴ്ച നടന്നു. 8 പ്രധാന വേദികളും ഉപവേദികളും ഉൾപ്പെടെ 15 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 309 ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 89 സ്കൂളുകളിൽ നിന്നായി 7000-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. എരുമപ്പെട്ടി ദുബായ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത്. ദിവസവും 5000 പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത്. കലോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം CCTV പ്രാദേശികം ചാനലിലും YouTube ചാനലിലും ഉണ്ടായിരിക്കും. അവസാന സമയമല്ല നമ്മുടെ ഉപജില്ലാ കലോത്സവം. അപ്പോൾ ഇനിയുമുള്ള പല അവസരങ്ങളും അവർക്ക് ഉപയോഗിക്കാം, അവർക്ക് തെളിയിക്കാം അവരുടെ കഴിവുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കണക്കാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഈ കലാമേള നടത്തേണ്ടത്. എല്ലാവരും വളരെ നന്നായി ഇതിൽ പങ്കെടുക്കുക. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കലാമേള മുന്നോട്ട് പോകണം. അതിന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കലോത്സവ നഗരിയിൽ ഒരുക്കിയ CCTV സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ നിർവഹിച്ചു. കുടുംബ പ്രേക്ഷകർക്ക് കൂടി കലോത്സവം കാണാനാകുന്ന രീതിയിൽ CCTV നടത്തുന്ന പ്രവർത്തനം പ്രശംസനീയമാണെന്ന് ഉദ്ഘാടക പറഞ്ഞു. മാതൃകാപരമായ പ്രവർത്തനമാണ് ഇതെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീനും പറഞ്ഞു. CCTV ന്യൂസ് ഡയറക്ടർ KC ജോസ് സ്വാഗതവും ചാനൽ ലൈവ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ VK പ്രമോദ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാളും കലോത്സവം ജനറൽ കൺവീനറുമായ ഷീബ ജോസ്, കുന്നംകുളം ബദിനി സെന്റ് ജോൺസ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് OIC, CCTV ഡയറക്ടർ ബാബു പോൾ ടി, മാനേജർ സിൻഡോ ജോസ്, PTA പ്രസിഡന്റ് ഷീബ രാജേഷ് തുടങ്ങിയവരും സംഘാടക സമിതി അംഗങ്ങളും അധ്യാപകരും പങ്കെടുത്തു. ഉപജില്ലാ കലോത്സവങ്ങളും ജില്ലാ കലോത്സവങ്ങളും ഈ പ്രദേശത്ത് വരുന്ന ജില്ലാ കലോത്സവങ്ങളും ഞങ്ങളുടേതായ 1 ലക്ഷം വീടുകളിലേക്ക് ഓൺലൈനായിട്ടും എത്തിക്കുന്ന ഒരു പണിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാവക്കാട് ഉപജില്ലാ കലോത്സവം പൂർണ്ണമായിട്ടും ഞങ്ങൾ തുടക്കം മുതൽ അവസാന സമയം വരെ ഞങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ഇനി കുന്നോളം ഉപജില്ലാ കലോത്സവം ഇതുപോലെ തന്നെ എല്ലാവർക്കും വീട്ടിലിരുന്ന് കാണാവുന്ന തരത്തിലും അതുമാതിരി ലോകത്ത് എവിടെ ഇരുന്നാലും ഓൺലൈനിൽ കാണാവുന്ന തരത്തിലും
ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ വന്നുകൊണ്ട് കാണാൻ കഴിയാത്ത നിരവധി ആളുകളുണ്ട്. അവർക്ക് അവരുടെ സമയം നഷ്ടപ്പെടാതെയും എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ വീണ്ടും കാണാനുമുള്ള ഒരു അവസരം കിട്ടുന്നു. അത് വളരെ മികച്ച ഒരു പ്രവർത്തനമായിട്ട് തന്നെയാണ് കാണുന്നത്. എല്ലാ അസുഖബാധിതരായാലും എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് കാണാനുള്ള ഈ ഒരു അവസരം ഉണ്ടാക്കിയതിൽ ഏറ്റവും അധികം ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കും. CCTV എന്നും ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പും അത്തരത്തിൽ തന്നെയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി, ഏകദേശം 20 വർഷത്തോളമായി ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ ജനങ്ങളിലേക്ക് അതിന്റെ മൂല്യം ഒട്ടും ചോർന്നു പോകാതെ തന്നെ വീടുകളിലേക്കും അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും എത്തിച്ചു കൊടുത്തുകൊണ്ട് ഈ കലയുടെ കൃത്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ എത്തിച്ചു കൊടുക്കാൻ CCTV ചെയ്യുന്ന ശ്രമത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജില്ലാ കലോത്സവവും അതേപോലെ തന്നെ അതിന് മുമ്പത്തെ വർഷം സംസ്ഥാന കായികമേളയും കുന്നംകുളത്ത് വെച്ച് നടന്നപ്പോഴൊക്കെ തന്നെ കൃത്യമായി അതിന്റെ എല്ലാ തലങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുഖ്യ പങ്ക് വഹിച്ചത് CCTV തന്നെയാണ്. പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ തന്നെ നന്ദി പറയണേ. പ്രത്യേകിച്ച് ഉദ്ഘാടകനായ DD, അതുപോലെ AO, എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാ അധ്യാപകർക്കും ഇത് എല്ലാ തരണ സഹകരണങ്ങളും ഇത് കഴിയുന്നവരെ എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നന്ദി പറയണം. താരപ്രഭയിൽ തിളങ്ങി കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിലെ നാടോടി നൃത്തം വേദി. ലോക എന്ന സിനിമയിലെ കൊച്ചു നീലിയായി അഭിനയിച്ച ദുർഗ സി വിനോദാണ് താര സാന്നിധ്യം കൊണ്ടും നൃത്ത ഭാവാഭിനയ മികവ് കൊണ്ടും കാണികളെ വിസ്മയിപ്പിച്ചത്. ലോക എന്ന സിനിമയിലെ കൊച്ചു നീലിയായി അഭിനയിച്ച നമ്മുടെ ദുർഗയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പൊ ദുർഗ എത്ര കൊല്ലായി ഈ ഫീൽഡിലുള്ളത്? ഞാൻ 4ാം ക്ലാസ് തൊട്ടിട്ട് ഫോക്ക് ഡാൻസ്, പിന്നെ മോണാറ്റ്, സംഘാടനം, ദശമത്യം ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി 6ാം ക്ലാസ്. ഇപ്പൊ നാടോടി നൃത്തല്ലേ ഇപ്പൊ അവതരിപ്പിച്ചത്? ഏതായിട്ടാണ് ഇപ്പൊ ചെയ്തേ? അതില് തേയിലത്തോട്ടം എന്ന് പറഞ്ഞിട്ട്. വന്യജീവികളുടെ ആക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ കഥയാണ് ദുർഗ സി വിനോദ് നാടോടി നൃത്തത്തിലൂടെ അവതരിപ്പിച്ചത്. തേയിലത്തോട്ടത്തിലെ തൊഴിലാളിയായ യുവതിയുടെ പെൺകുഞ്ഞിനെ കാടിറങ്ങിയെത്തിയ പുലി കൊന്നു തിന്നതും മകൾ നഷ്ടപ്പെട്ട അമ്മയുടെ തീരാ ദുഃഖവും ദുർഗ ഭാവ അഭിനയത്തിലൂടെ അവതരിപ്പിച്ചപ്പോൾ അത് കാണികളുടെ നെഞ്ചിൽ പിടച്ചിലുണ്ടായി. 1000 ജന്മങ്ങൾ പൊലിഞ്ഞാലും കണ്ണുറത്താത്ത അധികാരമേ, കാട്ടുമൃഗത്തിൻ വില പോലുമില്ലാത്ത ആജന്മമാണോ ഞങ്ങൾ, ആജന്മമാണോ ഞങ്ങൾ, ആജന്മമാണോ ഞങ്ങൾ. ലോക സിനിമയിൽ കൊച്ചു നീലിയായി അഭിനയിച്ച ദുർഗ ഏറെ പ്രശംസ നേടിയിരുന്നു. കുഞ്ഞുനാൾ മുതൽ പിതാവ് വിനോദിന്റെ കീഴിൽ കളരി അഭ്യസിച്ചു വരുന്നതിനാൽ സിനിമയിലെ സംഘട്ടന രംഗം തികഞ്ഞ മെയ്വഴക്കത്തോടെ ദുർഗയ്ക്ക് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു. പുതുരുത്തി ഗവൺമെന്റ് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദുർഗ. 4ാം ക്ലാസ് മുതൽ കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. വർഷയാണ് ഗുരു. സംഘഗാനം, ദേശഭക്തിഗാനം, മോണോ ആക്ട് എന്നീ ഇനങ്ങളിലും പങ്കെടുക്കാറുണ്ട്. വിനോദ് ഭദ്ര ദമ്പതികളുടെ 2ാമത്തെ മകളാണ്. വൈഷ്ണവ് സഹോദരനാണ്. ഹയർ സെക്കൻഡറി വിഭാഗം മംഗലം കളിയിൽ തുടർച്ചയായി 2ാം തവണയും 1ാം സ്ഥാനം കരസ്ഥമാക്കി മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കാസർഗോഡ് ജില്ലയിലെ മാവില മലവേട്ട വിഭാഗത്തിൻ്റെ ഗോത്രനൃത്തമാണ് മംഗലം കളി. വിവാഹ തലേ ദിവസങ്ങളിലും തിരണ്ട് കല്യാണം, കാതുകുത്തു കല്യാണം, പന്തല് കല്യാണം തുടങ്ങിയ ആഘോഷവേളകളിലുമാണ് പ്രധാനമായും മംഗലം കളി അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ആദ്യമായി ഗോത്രകലകൾ കലോത്സവങ്ങളിൽ ഉൾപ്പെടുത്തിയപ്പോൾ ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് മരത്തങ്കോട് സ്കൂൾ A ഗ്രേഡ് നേടിയിരുന്നു. കാസർഗോഡ് സ്വദേശി സതീഷ് കപ്പള്ളിയാണ് പരിശീലകൻ. 2ാം തവണയാണ് ഞങ്ങൾ ജില്ലയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗോത്രകല എന്ന നിലയിൽ, ഈ ഗോത്രകല പഠിപ്പിച്ച ഗോത്ര കലാകാരൻ എന്ന നിലയിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. 2ാം തവണയും ജില്ലയിലേക്ക് എത്തിയതിന് വളരെ സന്തോഷം. കഴിഞ്ഞ തവണ സ്റ്റേറ്റിൽ A ഗ്രേഡ് ഉണ്ടായിരുന്നു. ഈ വർഷം സ്റ്റേറ്റിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. മംഗലംകളി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ മാവില മലവേട്ട ഗോത്രത്തിൻ്റെ തനത് ഗോത്ര നൃത്തരൂപമാണ് മംഗലംകളി. ഞാൻ മാവില സമുദായത്തിൻ്റെ അംഗമാണ്. ഞാൻ
അതുപോലെ കല്യാണ തലേ ദിവസങ്ങളിലും തിരണ്ട് കല്യാണം, പന്തൽ കല്യാണം എന്നീ ആഘോഷവേളകളിലാണ് ഈ മംഗലംകളി പ്രധാനമായി അവതരിപ്പിക്കുന്നത്. ഇത്തവണയും മികച്ച പ്രകടനമാണ് മരത്തംകോട് സ്കൂൾ ടീം കാഴ്ചവെച്ചത്. ജില്ലാ കലോത്സവത്തിലും 1ാം സ്ഥാനം നേടി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. ഇപ്രാവശ്യം ഞങ്ങൾ സബ് ജില്ലയിൽ ഫസ്റ്റ് നേടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. മുൻപത്തെ കൊല്ലം ഞങ്ങൾ സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അതിലും നല്ല സന്തോഷമുണ്ട്. ഞങ്ങളുടെ സതീഷ് സാറാണ് ഞങ്ങളെന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പോകുന്നത് നല്ല ഉറപ്പുണ്ട്. കുന്നംകുളം ഉപജില്ലാ കലോത്സവം 2 ദിനം പിന്നിടുമ്പോൾ കുന്നംകുളം സെന്റ് ജോൺസ് ബദനി ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളാണ് 1ാം സ്ഥാനത്ത്. 343 പോയിന്റോടെയാണ് ബദനിയുടെ കുതിപ്പ്. 277 പോയിന്റുള്ള ചിറമനേങ്ങാട് കോൺകോർഡ് സ്കൂളാണ് 2ാം സ്ഥാനത്ത്. സ്റ്റേജ് മത്സരങ്ങളോടെ അരങ്ങ് സജീവമായ 2ാം ദിനത്തിൽ മംഗലംകളി, പണിയനൃത്തം തുടങ്ങി ഗോത്ര കലാമത്സരങ്ങളും കുച്ചുപ്പുടി, മോഹിനിയാട്ടം, കഥകളി, യക്ഷഗാനം തുടങ്ങിയ ഇനങ്ങളിലുമാണ് മത്സരം പൂർത്തിയായത്. നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. വ്യാഴാഴ്ച മാപ്പിള കലാമത്സരങ്ങളായ വട്ടപ്പാട്ട്, ദഫ്മുട്ട്, അറബനമുട്ട്, കോൽക്കളി, ഒപ്പന എന്നിവ നടക്കും. നാടകം, മൂകാഭിനയം എന്നീ ജനപ്രിയ മത്സരങ്ങളും ചെണ്ടമേളം, മദ്ദളം, വയലിൻ തുടങ്ങി ഉപകരണ സംഗീത ഇനങ്ങളും വ്യാഴാഴ്ച അരങ്ങേറും. കലോത്സവ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. ഇപ്പോൾ ജനവിധി 2025 വാർത്തകളിലേക്ക്. കുന്നംകുളത്ത് സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കളത്തിലേക്കിറങ്ങി BJP. ഒരു സിറ്റിംഗ് വാർഡ് ഉൾപ്പെടെ 10 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് BJP ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. മുൻ കൗൺസിലർ ആവേൻ ശ്രീജിത്തിനെ ഒഴിച്ചു നിർത്തിയാൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിലേറെയും പുതുമുഖങ്ങളാണ്. ചെറിയ വോട്ടിന് 2ാം സ്ഥാനത്തേക്ക് പോയ 5 സീറ്റുകളിലുൾപ്പെടെ മികച്ച പ്രകടനം നടത്താൻ നേരത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിലൂടെ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വാർഡ് 2 ചെറുവത്താനി രമ്യ ഷാജി, വാർഡ് 4 കിഴൂർ നോർത്ത് മഹേഷ് തിരുത്തിക്കാട്, വാർഡ് 5 കിഴൂർ സെന്റർ അജിതൻ, വാർഡ് 18 കാണിപ്പയ്യൂർ സൗത്ത് ജിനീഷ സജീഷ്, വാർഡ് 23 തെക്കേപ്പുറം ശ്രീജിത്ത് ആവേൻ, വാർഡ് 26 ചീരംകുളം VK അനൂപ്, വാർഡ് 27 പോർക്കളങ്ങാട് സോമി രാമകൃഷ്ണൻ, വാർഡ് 29 ചെമ്മണ്ണൂർ നോർത്ത് ഷിമ രഞ്ജിത്ത് ലാൽ, വാർഡ് 31 ആർത്താറ്റ് സൗത്ത് ശരണ്യ സിബി, വാർഡ് 38 അഞ്ഞൂർപാലം KD ദിനേശ് എന്നിവരെയാണ് സ്ഥാനാർത്ഥികളായി ഇന്ന് പ്രഖ്യാപിച്ചത്. ഇതിൽ മഹേഷ് തിരുത്തിക്കാട് BJPയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. ലിവ ടവറിൽ നടന്ന യോഗത്തിൽ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനാണ് പട്ടിക പ്രഖ്യാപിച്ചത്. കേന്ദ്രങ്ങളിൽ ഉണ്ടാകണം എന്നതുകൊണ്ട് കൃത്യമായിട്ട് അതിന് 24 മണിക്കൂറും 365 ദിവസവും പ്രവർത്തിക്കാൻ പറ്റുന്നവർ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ആദ്യഘട്ടമാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി വരുന്ന ഒരു പരിപാടി 15-ാം തീയതി, നവംബർ 15-ാം തീയതി ഈ കുന്നംകുളത്ത് വെച്ച് തന്നെ ഉണ്ടാകും. അതിലെ 2ാം ഘട്ട പ്രഖ്യാപനവും ഉണ്ടാകും. BJP നോർത്ത് ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് S ജയസൂര്യൻ, ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ്, മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ജനറൽ സെക്രട്ടറിമാരായ മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ, KV വിഗീഷ്, ഗിരീഷ് മാസ്റ്റർ, KK മുരളി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയിൽ 650 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. കാമ്പില്ലാത്ത അവകാശവാദങ്ങളാണ് ഭരണസമിതിയുടേതെന്ന് പ്രതിപക്ഷം. പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ജനകീയം 2025 തത്സമയ സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു നേതാക്കൾ. 10 വർഷക്കാലം നഗരസഭയുടെ എല്ലാ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കാൻ കഴിഞ്ഞതായി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെയും മന്ത്രിയും MLAയുമായിരുന്ന AC മൊയ്തീന്റെ സഹായ സഹകരണം നഗരവികസനത്തിന് വേഗത കൂട്ടിയതായി അവർ സൂചിപ്പിച്ചു. 650 കോടി രൂപ എന്ന് പറയുമ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് ഇന്ന് കുന്നംകുളത്ത് എടുത്തു പറയാവുന്ന ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് 96 കോടി രൂപയുടെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതി അധികാരത്തിൽ കയറിയതിനു ശേഷമാണ് ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത്. അതും കഴിഞ്ഞ ഭരണസമിതി അധികാരത്തിൽ കയറിയതിനു ശേഷമാണ്
പേയ്മെന്റ് പാലിയേറ്റീവ് ആരംഭിച്ചത്. ഇപ്പൊ ഈ ഭരണസമിതിയുടെ കാലത്ത് അത് 2 യൂണിറ്റായി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ രോഗികളെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കാൻ സാധിക്കുന്ന രീതിയിലായിട്ടുണ്ട്. ഒരു 45 കോടി രൂപയാണ് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് വിവിധ വിദ്യാലയങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ 87 നഗരസഭകളിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ച നഗരസഭ കുന്നംകുളം നഗരസഭ എന്ന രീതിയിലേക്ക് നമുക്ക് ആ സ്ഥാനം കൂടി ലഭിച്ചിരിക്കാം. നഗരത്തിൽ കുടിവെള്ളം, റോഡുകൾ എന്നിവയുടെ യാതൊരു പുരോഗതിയും ചൂണ്ടിക്കാണിക്കാനില്ലെന്ന് BJP നേതാവ് KK മുരളി പറഞ്ഞു. ആധുനിക റോഡില്ല. മന്ത്രിയും MLAയും കൊണ്ടുവന്ന പദ്ധതികളാണ് നഗരസഭാ പദ്ധതികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നടക്കാത്ത പദ്ധതികളെക്കുറിച്ച് പ്രഖ്യാപനം നടത്തുകയാണ് ചെയർപേഴ്സൺ എന്നും മന്ത്രിയും MLAയും നടപ്പാക്കിയ പദ്ധതികളാണ് നഗരസഭയുടെ വികസനം എന്ന പേരിൽ പ്രഖ്യാപനം നടത്തുന്നതെന്നും മുരളി കുറ്റപ്പെടുത്തി. ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഓരോ റോഡുകളും പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി പ്രകാരം ഇന്ത്യയിലെ എല്ലാ റോഡുകളും BMC നിലവാരത്തിലല്ല ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളും ഓരോ റോഡുകളും അനുവദിച്ചിട്ട് അതെല്ലാം പൂർത്തിയിട്ടുണ്ട്. ചെയർപേഴ്സൺ സംസ്ഥാന സർക്കാരിന്റെ ചില പദ്ധതികൾ ഇതൊക്കെ കുന്നംകുളം നഗരസഭയിലെ ആളുകൾ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ചെയർപേഴ്സന്റെ ഭാഗത്ത് വരുന്നത്. അപ്പൊ ഇതാണ് ചെയർപേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ MLA എന്നുള്ള നിലയ്ക്ക് മന്ത്രി നൽകി കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ കൊണ്ട് ഭരണത്തിലുള്ള സ്വാധീനം കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് പദ്ധതികളാണ് ചെയർപേഴ്സൺ ഇവിടെ എല്ലാം കൂടി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കറിയാം, കോട്ടയം മുനിസിപ്പാലിറ്റി പ്രസിദ്ധീകരിച്ച കുന്നംകുളം നഗരസഭയ്ക്ക് പുതിയ 3 അനക്സ് കിട്ടിയതാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണാം. ഇത് വെറും തറക്കല്ലിട്ടിട്ടുള്ളൂ. തെറ്റിദ്ധരിപ്പിക്കുന്ന വികസന കണക്കുകളാണ് ചെയർപേഴ്സൺ പറയുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ബിജു സി ബേബി പറഞ്ഞു. തുറക്കുളം മാർക്കറ്റ്, ആധുനിക അറവുശാല എന്നിവയുടെ നിർമ്മാണം സ്തംഭിച്ചിരിക്കുകയാണെന്നും കോൺഗ്രസ് നേതാവ് കുറ്റപ്പെടുത്തി. കെട്ടിടം പണി ഏകദേശം പൂർത്തീകരിച്ച് അത് പണി പൂർത്തീകരിച്ചു നോക്കി അത് നഗരസഭയോട് ഏറ്റെടുക്കാൻ വേണ്ടി സർക്കാർ അനുമതി തന്നിട്ടും അത് ഏറ്റെടുക്കാൻ നഗരസഭ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ പണിത ആളുകൾക്ക് നിയമപ്രകാരമല്ലാതെ അവരുടെ സംഖ്യ കൊടുക്കാനുള്ള ഒരു വ്യക്തതയാണ് നഗരസഭ കാണിച്ചത്. അവർക്ക് 7 ലക്ഷം കൊടുത്തു. ആ കാലത്തെ പോയി കണ്ടപ്പോൾ നിങ്ങൾക്ക് പോയി കണ്ടാൽ അറിയാം എന്തോളം മോശമായിട്ട് അത് കിടക്കണേ. ചെളി കൂടി കിടക്കുന്ന സ്ഥലത്താണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും ഒരു നടപടി നഗരസഭയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. റോഡ് വികസനം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയെന്ന് RMPI നേതാവ് ബീന രവി പറഞ്ഞു. RMP UDF സഖ്യം തീരുമാനിച്ചിട്ടില്ലെന്ന് ബീന രവി വ്യക്തമാക്കി. ഒരു വാർഡില് പോലും ഒരു ടാർ ചെയ്ത റോഡ് ഈ 5 വർഷത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല? സംസ്ഥാനം ഭരിക്കുന്നത് ചെയർപേഴ്സണെ പിടിപാടുള്ള ആളുകൾ തന്നെയാണ്. അതൊക്കെ വലിയ പരാജയം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ഒരു PMAയില് ഒരു DPRനെ എന്തിനു മാറ്റി നിർത്തി? ജനങ്ങൾ ഇത് കിട്ടും വിചാരിച്ചിട്ട് 5 വർഷം ഈ ജനപ്രതിനിധികളെ നോക്കിയിരിക്കുക. ഇവരടുത്ത് പറയാ നമ്മള് 3 സെന്റ് നിങ്ങൾ എങ്ങനെയെങ്കിലും ആണ്, ഞങ്ങൾ അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി തരാം. 8ഉം 9ഉം ഒക്കെ DPRകൾ തയ്യാറാക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു DPRനെ മാറ്റി നിർത്തുക. ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ജനങ്ങളെ വിദ്യകളാകന. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി അജ്മൽ സംസാരിച്ചു. മുൻ പ്രസിഡന്റും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ CF ബെന്നി മോഡറേറ്ററായി. തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും നിറഞ്ഞ കാലത്തിന് വിരാമം കുറിച്ച് സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ കുന്നംകുളം നഗരസഭയുടെ അവസാന കൗൺസിൽ യോഗം. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ മാറ്റിവെച്ച് വ്യക്തിപരമായ സൗഹൃദത്തിന്റെ ഊഷ്മള കാഴ്ചയായിരുന്നു അവസാന കൗൺസിൽ യോഗത്തിൽ കാണാനായത്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നെങ്കിലും ഔദ്യോഗികമായ യാതൊരു തീരുമാനങ്ങളും ഇല്ലാത്ത വിധം ചേർന്ന കൗൺസിൽ യോഗമാണ് അംഗങ്ങൾ പരസ്പരം സ്നേഹാശംസകൾ നൽകി പിരിഞ്ഞത്. വാർഷിക പദ്ധതി അവലോകനവും നഗരസഭയുടെ 2024-25 വർഷത്തെ ധനകാര്യ പത്രികയുമാണ് അജണ്ടകളായി കൗൺസിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചത്. ഓഡിറ്റ് വിഭാഗം അംഗീകരിച്ച വാർഷിക കണക്കാണ് അക്കൗണ്ടന്റ് കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തെ വരുമാനവും ചിലവും നീക്കിയിരിപ്പും നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഓഡിറ്റ് വിഭാഗം അവതരിപ്പിച്ചു. 47,81,1553 കോടി രൂപ വരവും 46,25,56,724 കോടി രൂപ ചെലവും 1,55,44,829 കോടി രൂപ നീക്കിയിരിപ്പുമുള്ള 2024-25 സാമ്പത്തിക വർഷത്തെ നഗരസഭാ ധനകാര്യ പത്രികയാണ് കൗൺസിൽ യോഗത്തിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചത്. പിന്നീട് ചെയർപേഴ്സന്റെ അഭ്യർത്ഥന പ്രകാരം എല്ലാ അംഗങ്ങളും വിടവാങ്ങൽ പ്രസംഗം നടത്തി. 5 വർഷം കൊണ്ടും കൊടുത്തും കൗൺസിൽ യോഗത്തെ ശബ്ദായനമാക്കി മാറ്റിയ അംഗങ്ങൾ വികാരനിർഭരമായ അന്തരീക്ഷത്തിലാണ് നടപ്പുകാലത്തെ കൗൺസിലിനോട് ഔദ്യോഗികമായി വിട പറഞ്ഞത്. കാട്ടകമ്പൽ പഞ്ചായത്തിൽ 117 കോടി രൂപയുടെ വികസന പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായി വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണൻ.
നേട്ടങ്ങൾ പെരുപ്പിച്ചു കാണിക്കുകയാണ് ഭരണപക്ഷമെന്ന് പ്രതിപക്ഷത്തെ കോൺഗ്രസും BJPയും കുന്നംകുളത്ത് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനകീയം 2025 തത്സമയ സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഇവർ. കാർഷിക പ്രാധാന്യമുള്ള പഞ്ചായത്തിൽ ഈ മേഖലയിലും മറ്റ് വിഭാഗങ്ങളിലും സമാനതകളില്ലാത്ത വികസനം കൊണ്ടുവന്നതായി മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ യദുകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ 2020 ഭരണത്തിലേറി 25 നിൽക്കുമ്പോൾ 5 വർഷം പൂർത്തീകരിക്കുന്ന ഈ ഭരണസമിതി ആ പഞ്ചായത്തിനകത്ത് മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് നടത്തിക്കൊണ്ടുവന്നത്. അതിനപ്പുറത്ത് സമസ്ത മേഖലയെ ഏകോപിപ്പിച്ച് ജനങ്ങൾക്ക് ആവശ്യാനുസൃതമായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാക്കാൻ സാധിച്ചു എന്ന അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നത്. പ്രഖ്യാപിച്ച വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത ഭരണസമിതിയാണ് നിലവിലുണ്ടായിരുന്നതെന്ന് കോൺഗ്രസ് നേതാവ് MS മണികണ്ഠൻ പറഞ്ഞു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, ഇടതുപക്ഷ അടിച്ചിറക്കിയ വാഗ്ദാനങ്ങൾ കോപ്പികളുണ്ട്. ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം പോലും ഈ 5 വർഷം കൊണ്ട് നിറവേറ്റാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിന് തന്നെ ഏറ്റവും വലിയ മാസ്റ്റർ പദ്ധതിയാണ് 5 പദ്ധതിയിലൊന്നാണ് 2020 ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതിയിലെ ആ വ്യക്തികളെ തെരഞ്ഞെടുക്കുന്നത് കൃത്യമായി സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തി 100% മാനദണ്ഡങ്ങൾ പാലിച്ച് അർഹതയുള്ള ആളുകൾക്കാണ് സർക്കാരിന്റെ കൂടി 5 വർഷത്തെ പദ്ധതിയായ ലൈഫ് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതിനകത്ത് 65ഓളം പട്ടികജാതി വിഭാഗത്തിലെ ആളുകൾക്ക് സ്വന്തമായി സ്ഥലവുമില്ല, അതുപോലെ തന്നെ വീടുമില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ അർഹതയുള്ളവർ കാത്തുകിടക്കുകയാണെന്നും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരില്ലാതെ പഞ്ചായത്ത് പ്രവർത്തനം താളം തെറ്റിയതായും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഭരണമാണ് നടന്നിരുന്നതെന്നും കാർഷിക ക്ഷീരമേഖലയിൽ ചെറുവിരലനക്കാൻ പോലും ഭരണസമിതിക്കായില്ലെന്നും BJPയുടെ ഏകാംഗം പ്രദീപ് കുന്നത്ത് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക, ഉദ്യോഗസ്ഥന്മാരെ അത് ഞാൻ ജനാധിപത്യ വ്യവസ്ഥയിലെ എനിക്ക് സത്യം പറഞ്ഞാൽ നന്മകളായി തുടരാൻ തന്നെ താല്പര്യമില്ലാത്തൊരവസ്ഥയാണ്. കാരണം എല്ലാം കൊണ്ട് രാഷ്ട്രീയ അതിപ്രസരം, ഒരു ഏകാധിപത്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയുടെ അടുത്ത് ചെന്നിരുന്നു കഴിഞ്ഞാൽ സംഗതി ശരിയാണ്. ഒരു വാർഡ് വിഭജനം നടന്നു. വാർഡ് വിഭജനം നടന്നാൻ വേണ്ടി എന്താ സംഭവിച്ചത്? രാഷ്ട്രീയ പാർട്ടികളൊക്കെ പോലീസായിട്ട് വിളിക്കും. അത് കഴിഞ്ഞ് ലോക്കൽ സെക്രട്ടറിമാർ അവിടെ ചെന്നിരിക്കും. പിന്നെ അവരാണ് വരയ്ക്കുന്നത്, പിടിക്കുന്നത്, പോകുന്ന ലൈനൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ പരാതി കൊടുത്തു, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു. ജില്ലാ കളക്ടർ അവിടെ ചെന്നു പരാതികൾ കേട്ടു. അത് ജില്ലാ കളക്ടർ പറഞ്ഞു അതും ഭരണകക്ഷിയുടെ സ്വാധീനം കൊണ്ട് ജില്ലാ കളക്ടർ പോലും ആ പരാതി നമ്മൾ സ്വീകരിക്കാൻ കഴിയാതായി. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷനായി. ട്രഷറർ PS ടോണി മോഡറേറ്ററായി. പോർക്കുളം പഞ്ചായത്തിൽ 7 വാർഡുകളിലേക്ക് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലേക്ക് ആദ്യമായി BJP അക്കൗണ്ട് തുറന്ന വാർഡ് 9 അഗതിയൂർ സെന്ററിൽ സിറ്റിംഗ് മെമ്പർ കുന്നംകുളം മണ്ഡലം സെക്രട്ടറി കൂടിയായ നിമിഷ വിഗീഷ് വീണ്ടും ജനവിധി തേടും. തൊട്ടടുത്ത വാർഡ് 8 അഗതിയൂർ നോർത്തിൽ നിമിഷയുടെ ഭർത്താവും മണ്ഡലം ട്രഷററുമായ KV വിഗീഷും വാർഡ് 2 പൊന്നത്ത് പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MB വിനോദ് കുമാറും മത്സരിക്കും. വാർഡ് 1 മാളൂർക്കടവ് രഞ്ജിത്ത് K രാജ്, വാർഡ് 4 പോർക്കുളം നോർത്ത് അഖിലേഷ് AU, വാർഡ് 12 വേദക്കാട് അബീന ശിവദാസ്, വാർഡ് 13 പോർക്കുളം പോസ്റ്റ് ഓഫീസ് പ്രിൻഷ ഷിജിത്ത് എന്നിവരെയും BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MB വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ്, മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, മണ്ഡലം ട്രഷറർ വിഗീഷ് അപ്പു, മണ്ഡലം സെക്രട്ടറിയും 9ാം വാർഡ് മെമ്പറുമായ നിമിഷ വിഗീഷ്, അഡ്വക്കേറ്റ് CS പ്രതാപൻ, ജനറൽ സെക്രട്ടറി പ്രേമദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. 2ാം ഘട്ട സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PJ ജെബിൻ അറിയിച്ചു. കുന്നംകുളം പാറയമ്പാടത്ത് അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ബുള്ളറ്റിനു പുറകിലിടിച്ച് അപകടം. ബുള്ളറ്റ് യാത്രികരും വരന്തരപ്പള്ളി സ്വദേശികളുമായ 30 വയസ്സുള്ള ജിജോ, 32 വയസ്സുള്ള അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്.
കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബുള്ളറ്റ് പാറയമ്പാടത്തെ സുസുക്കിയുടെ ഷോറൂമിലേക്ക് തിരിയുന്നതിനിടെ പുറകിൽ അമിത വേഗതയിലെത്തിയ പട്ടാമ്പി ഗുരുവായൂർ റൂട്ടിലോടുന്ന ശങ്കർ എന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ജിജോയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ രണ്ടുപേരെയും കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ് മുൻ ട്രഷററും മാതൃഭൂമി കുന്നംകുളം ലേഖകനുമായ KR ബാബുവിന് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. കുന്നംകുളത്ത് നിന്ന് തൃശൂർ ബ്യൂറോ ഓഫീസിലേക്ക് സ്ഥലം മാറിപ്പോകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് യാത്രയയപ്പ് യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷനായി. സെക്രട്ടറി മുഹമ്മദ് അജ്മൽ, ട്രഷറർ PS ടോണി, വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര, ജോയിന്റ് സെക്രട്ടറി അഖിൽ രാമപുരം, നിർവാഹക സമിതി അംഗങ്ങളായ ജോസ് മാളിയേക്കൽ, സുധീഷ് മേക്കാട്ടിൽ, മുൻ പ്രസിഡന്റുമാരായ CF ബെന്നി, C ഗിരീഷ് കുമാർ, M ബിജുപാൽ, ഡെന്നി പുലിക്കോട്ടിൽ, മറ്റംഗങ്ങളായ രവീന്ദ്രനാഥ് കുന്നത്ത്, VR മുകേഷ്, C സജിത്ത്, KK നിഖിൽ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 10 വർഷമായി മാതൃഭൂമിയുടെ കുന്നംകുളം ലേഖകനായി പ്രവർത്തിച്ച KR ബാബു നഗരത്തിന്റെ വികസനോന്മുഖമായ നിരവധി വാർത്തകളാണ് നൽകിയതെന്നും സാംസ്കാരിക രാഷ്ട്രീയ വാർത്തകളിലും സത്യസന്ധത പുലർത്താൻ ബാബുവിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ആശംസകൾ അറിയിച്ച് സംസാരിച്ച അംഗങ്ങൾ വ്യക്തമാക്കി. പ്രസ് ക്ലബിന്റെ ഉപഹാരം പ്രസിഡന്റ് ജിജോ തരകൻ ബാബുവിന് സമ്മാനിച്ചു. ബാബു മറുപടി പ്രസംഗം നടത്തി. വീണ്ടും കലോത്സവ വാർത്തകളിലേക്ക്. പണിയനൃത്തത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ച് കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂൾ. ആദ്യമായാണ് ബദനി സ്കൂളിലെ വിദ്യാർത്ഥികൾ പണിയനൃത്തം അവതരിപ്പിക്കുന്നത്. വയനാട് പണിയ സമുദായത്തിന്റെ നൃത്തമാണ് പണിയനൃത്തം. ജനനം മുതൽ വിവാഹം, വിഷു, അടിയന്തരം, ദൈവം കാണൽ, പെൺകുട്ടികളുടെ ഋതുമതികളാകൽ എന്നീ ചടങ്ങുകളോടനുബന്ധിച്ചാണ് പണിയനൃത്തം ചെയ്യാറുള്ളത്. 3 തരം തുടി, ഒരു ചീനക്കുഴൽ ഉൾപ്പെടെ 4 വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. 8 പേർ പാടി നൃത്തം ചെയ്ത് കളിക്കുന്നതിനുമാണ് ഉണ്ടായിരുന്നത്. വയനാട് മാനന്തവാടി സ്വദേശിയായ C മണികണ്ഠനാണ് പരിശീലകൻ. ഇതിപ്പം കഴിഞ്ഞ വർഷമാണ് ഈ കല വരുന്നത്. ബദനി ഈ വർഷമാണ് നമ്മളെ പ്രാക്ടീസിന് വേണ്ടി വിളിച്ചിട്ടുള്ളത്. നല്ല ചിട്ടയായ പ്രാക്ടീസിലൂടെയാണ് ഈ വിജയം എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഹൈസ്കൂൾ ആണെങ്കിലും ഹയർ സെക്കൻഡറി ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും അകമഴിഞ്ഞ ഒരു ഹാർഡ് വർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഫസ്റ്റിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളത്. ഇത് ജില്ലയിൽ നിന്നും സ്റ്റേറ്റിലേക്ക് പോകുന്നുള്ളൊരു സംശയമൊന്നുമില്ല. ഇവര് വളരെ ടാലന്റഡ് ആണ്. ഇപ്പൊ കൊട്ടാണെങ്കിലും പാട്ടാണെങ്കിലും കളിയാണെങ്കിലും എല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മുതലാണ് ഗോത്രകലയായ പണിയനൃത്തം കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത്. കഠിനാധ്വാനത്തിന്റെയും ചിട്ടയായ പരിശീലനത്തിലൂടെയുമാണ് മത്സരാർത്ഥികൾക്ക് വിജയം നേടാനായതെന്ന് ബദനി സ്കൂൾ പ്രിൻസിപ്പാൾ യാക്കൂബ് OSC പറഞ്ഞു. ഏറ്റവും മധുരം നൽകുന്ന ഒരു വിജയമാണ് ഈ പണിയനൃത്തത്തിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി 2 ടീമിനും ലഭിച്ച ഈ വിജയം. മണികണ്ഠൻ മാഷിന്റെ നേതൃത്വത്തിലാണ് ഇവര് കഴിഞ്ഞ 2-3 മാസമായിട്ട് കഷ്ടപ്പെടുകയാണ്. ആ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കഷ്ടപ്പെടുകയാണെന്നുള്ളത് നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിയുകയാണ്. ഇത് കഴിയുമ്പോൾ ഇവരെ ഇനി വല്ല തിരുമിനും വിടണോ എന്നുള്ളൊരു അവസ്ഥയിലാണ് പലരും നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇനി സമയം ഒട്ടും കളയാനില്ല. ഞങ്ങൾക്ക് ഇനി ആകെ 3 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് ജില്ലാതല മത്സരമുണ്ട്. അതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് തൃശൂർ ജില്ലയിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ ബദനിയുടേതായിട്ടുള്ള സ്ഥാനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പൊ ഞങ്ങളുടെ മനസ്സിലുള്ളത്. അതിന് പറ്റുന്ന കുട്ടികളാണ് ഇവർ ഓരോരുത്തരും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിക്കുകയാണ്. യക്ഷഗാനത്തിൽ 13 വർഷങ്ങളായുള്ള ആധിപത്യം തുടർന്ന് കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിവരുന്നുണ്ട്. നിലവിൽ 8 വർഷമായി കാസർഗോഡ് ജില്ലയിലെ മല്ല സ്വദേശി ഗുരു ദിവാകരനാണ് ടീമിനെ പരിശീലിപ്പിക്കുന്നത്. രാഷ്ട്ര നേതൃത്വത്തിലാണ് ഇവരെ ഈ ഒരു കല പഠിപ്പിച്ചെടുത്തത്. അപ്പോ ഈ നേരത്തെ ഫാദർ സൂചിപ്പിച്ചതുപോലെ 13 വർഷമായിട്ട് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്ത് തോന്നുന്നു? അല്ല, ഈ 13 വർഷം ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പിള്ളേരെ സംസ്ഥാന വരെ എത്തിച്ച് A ഗ്രേഡ് വാങ്ങിക്കൊടുക്കുന്നതിൽ വളരെ സന്തോഷമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാത്തതാണ്. വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ മാർക്ക് വാങ്ങിക്കൊടുത്ത പിള്ളേരും അങ്ങനെ ഇപ്പോഴും എന്നെ വിളിച്ച് സംസാരിച്ച് ഞാൻ സ്കൂളിലേക്ക് വന്ന് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇതിനെല്ലാം അനുവാക്കി തന്നെ ഞങ്ങളുടെ ഫാദറല്ലേ, അവർക്ക് ഞാൻ നന്ദി പറഞ്ഞു പോകുന്നുണ്ട്. യക്ഷഗാനത്തിൽ രാമായണം, മഹാഭാരതം, ദേവീപുരാണം എന്നിവയിലെ കഥകളാണ് കന്നഡ ഭാഷയിൽ അവതരിപ്പിക്കാറുള്ളത്. ശ്രീകൃഷ്ണന്റെ നരകാസുരവധം ഇതിവൃത്തമാക്കിയ കഥയാണ് ഇത്തവണ അവതരിപ്പിച്ചത്. 13 വർഷമായിട്ട് തുടർച്ചയായിട്ട് സംസ്ഥാനത്ത് പോകുന്ന ഒരു ടീമാണ് യക്ഷഗാനത്തില്. എനിക്ക് തോന്നുന്നു ബദനിയുടെ കുത്തക എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എങ്ങനെ തോന്നുന്നു ഈ ഒരു? തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇത് 13ാമത്തെ വർഷമാണ് നമ്മൾ സബ് ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത്രയും വർഷമായിട്ട് നമ്മൾ സംസ്ഥാന തലത്തിലും പോകുന്നുണ്ടായിരുന്നു. മറ്റുള്ള കലാരൂപങ്ങളെക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു
കാസർഗോഡ് മേഖലയിൽ ഒരു ക്ഷേത്രകലയാണ് യക്ഷഗാനം. അത് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നതും നമുക്ക് പഴയ കലകളോട് സ്നേഹം പുലർത്തുവാനും കുട്ടികൾക്കും അതിനുള്ള താല്പര്യം കാണിക്കും. അതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ആവശ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം കന്നഡ ഭാഷ പഠിക്കുക എന്നുള്ളതാണ്. ഇവരെല്ലാവരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. പിന്നെ ഈ കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് ഇത്രയും നേരം നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ പിന്നിലും ഒരുപാട് ദിവാരം മാഷിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവരെ പഠിപ്പിച്ചു വരുന്നത്. അതുപോലെ വിവിധ മിസ്, അധ്യാപകരെ, പേരൻസ്, ഇവരുടെ എല്ലാം സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വരെ എത്താൻ സാധിച്ചത്. ഇനിയും ഈ ജില്ലയിലും സംസ്ഥാന തലത്തിലും ഇതേ വിജയം ആവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ാകെ തുടിതാളവും തുളു ഭാഷയിലെ വരികളും നിറഞ്ഞു കേട്ടപ്പോൾ സദസ്സിൽ പലരുടെയും മുഖത്ത് കൗതുകമിടർന്നു. കഴിഞ്ഞ വർഷം മുതൽ സ്കൂൾ കലോത്സവത്തിൽ ഇടം പിടിച്ച മംഗലം കളി സ്റ്റേജിൽ അരങ്ങേറിയപ്പോൾ പങ്കെടുത്ത ടീമുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ പെങ്ങാമുക്ക് സ്കൂൾ ഒന്നാം സ്ഥാനം നേടി. മാവിലൻ, മലവേട്ടുവൻ സമുദായങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള സംഗീത നൃത്തരൂപമായ മംഗലം കളി തന്മയത്തോടും മെയ്വഴക്കത്തോടും കൂടിയാണ് കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചത്. പാളത്തൊപ്പിയും പരമ്പരാഗത വേഷവും അണിഞ്ഞ അവർ അരങ്ങു തകർത്തു. തുടിയുടെ താളത്തിനൊത്ത് കുട്ടികൾ ഓരോരുത്തരും മനോഹരമായി ചുവടുവെച്ചു. മംഗലം കളിയിൽ 7 തുടികളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. സമുദായത്തിലെ വിവാഹ ചടങ്ങിന് തലേന്ന് സ്ത്രീകളെല്ലാവരും ചേർന്ന് ആടിപ്പാടിയാണ് മംഗലം കളി കളിക്കുന്നത്. ആടിപ്പാടി ആവേശം കൂടി അവസാനത്തിലെത്തുമ്പോഴേക്കും സ്വന്തം ദേഹത്ത് അടിച്ചടിച്ചാണ് കളി പുരോഗമിക്കുക. അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങളുടെ പ്രതിഷേധമായും ഇതിനെ കാണുന്നുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ മംഗലം കളി ഇപ്പോഴുമുണ്ട്. ഇതിന്റെ പാട്ടുകളും കളികളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പരമാവധി ശ്രമിച്ചാൽ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ കുട്ടികൾ അതിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് മംഗലം കളിയുടെ കാര്യത്തിലുള്ളത്. കഴിഞ്ഞ വർഷം ഉൾപ്പെടുത്തിയ ഗോത്രകലകളായ മലപ്പുലയാട്ടം, പളിയനൃത്തം, പണിയനൃത്തം, ഇരുളനൃത്തം എന്നീ ഗോത്രകലകളും കൂടുതൽ പ്രചാരം നേടിയിട്ടുണ്ട്. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ ഇത്തവണയും ജോൺസൺ മാസ്റ്ററുടെ തന്നെ. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാ അധ്യാപകനായ ഇദ്ദേഹത്തിന്റെ ലോഗോ തന്നെയാണ് കഴിഞ്ഞ 3 തവണയും കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജില്ലാ കലോത്സവങ്ങളിലും ശാസ്ത്രമേളയിലും അദ്ദേഹത്തിന്റെ സർഗസൃഷ്ടി തന്നെ മുൻപ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ തലങ്ങളിലെ നിരവധി കലാകാരന്മാരിൽ നിന്ന് ലഭിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ ലോഗോയാണ് കലോത്സവത്തിനായി തെരഞ്ഞെടുക്കുന്നത്. കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ ജോൺസൺ നമ്പഴിക്കാടിനെ ഉപഹാരം നൽകി ആദരിച്ചു. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന് വേണ്ടി ഞാൻ 4-5 തവണ ലോഗോ തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ ലോഗോ ആണ് അതിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജില്ലാ കലോത്സവത്തിന് 2 തവണ എൻ്റെ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജില്ലാ ശാസ്ത്രോത്സവത്തിനും എൻ്റെ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം ഞാൻ ചിത്രകല അധ്യാപക രംഗത്ത് നിന്ന് വിരമിക്കുകയാണ്. 31 വർഷമായി സ്കൂളിലെ സർവീസ് ചെയ്തിട്ട്. ചുരമിറങ്ങിയെത്തിയ പണിയ നൃത്തത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച കലോത്സവ വേദി. അധികമാരും കണ്ടിട്ടില്ലാത്ത പണിയ നൃത്തം സദസ്സിലുള്ളവർ കൗതുകത്തോടെയാണ് വീക്ഷിച്ചത്. തുടികൊട്ടിപ്പാട്ടും കുന്നിക്കുരുകൊണ്ടുള്ള കമ്മലും കഴുത്തിലണിഞ്ഞ കാശിമാലയും ഒറ്റച്ചേലയും പരമ്പരാഗത കലാരൂപത്തെ കലോത്സവ വേദിയിൽ വേറിട്ടതാക്കി. വയനാട്ടിലെ ഗോത്രവർഗക്കാരുടെ തനത് കലാരൂപമായ പണിയനൃത്തം വട്ടക്കളി, കമ്പളക്കളി എന്ന പേരിലും അറിയപ്പെടുന്നു.
അവതരിപ്പിക്കാനെത്തിയ കുട്ടികളും കളിയുടെ തനിമ ഒട്ടും ചോരാതെ അവതരിപ്പിച്ചു. ഞാറു പറിക്കുമ്പോഴും നടുമ്പോഴും പുരുഷന്മാർ കൊട്ടുന്ന തുടിയുടെ താളത്തിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ കലാരൂപം. വീടുകളിലും വയലുകളിലും കളിക്കുന്നതുകൊണ്ടുതന്നെ പ്രത്യേകിച്ച് വേഷമില്ല. എങ്കിലും വേദികളിൽ അവതരിപ്പിക്കുന്ന അവസരത്തിൽ പരമ്പരാഗത വേഷവും ആഭരണങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. പണിയ സമുദായത്തിന്റെ തനത് വായ്മൊഴിയിലാണ് പാട്ട്. ഹൈസ്കൂൾ വിഭാഗം പണിയ നൃത്തത്തിൽ കുന്നംകുളം സെന്റ് ജോൺസ് ബദനി 1ാം സ്ഥാനം കരസ്ഥമാക്കി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഉപജില്ലാ കലോത്സവത്തിൽ ബിരിയാണി ചാലഞ്ച് നടത്തി NSS വളണ്ടിയർമാർ മാതൃകയാകുന്നു. ആതിഥേയരായ എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളിലെ സീനിയർ NSS വിദ്യാർത്ഥികളാണ് കലോത്സവത്തിന് എത്തുന്നവർക്ക് വിഭവങ്ങൾ വിൽപ്പന നടത്തുന്നത്. കലാമേളയിലെ 4 ദിവസങ്ങളിലും ചിക്കൻ ബിരിയാണി, ഉപ്പിലിട്ട പൈനാപ്പിൾ, കക്കരിക്ക എന്നിവയും ഉഴുന്നുവട, സമൂസ, സോഡ, ഐസ്ക്രീം എന്നിവയും വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിൽ നിന്നു ലഭിക്കുന്ന ലാഭം മുഴുവൻ വൃദ്ധസദനം എന്നിവിടങ്ങളിലേക്കായി തീർത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുന്നത്. ആദ്യ ദിവസം തന്നെ 3000 രൂപയുടെ ലാഭം ലഭിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പ്രോഗ്രാം ഓഫീസർ KA ബിജു, സീനിയർ ലീഡർമാരായ AB അദീഷ്ണ, PR അഭിഷേക് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി സ്കൂളിൽ നടക്കണ NSSന്റെ സ്റ്റാളാണിത്. ഇവിടെ നമ്മൾ ഉപ്പിലിട്ടത്, അങ്ങനെ എണ്ണക്കടികൾ, ഐസ്ക്രീം സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് നമ്മൾ കിട്ടണ വരുമാനം നമ്മൾ ചാരിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യണത്. നമ്മളിപ്പോൾ കുറേ വൃദ്ധസദനം അവിടേക്കൊക്കെ പോകുമ്പോൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇതിൽ നിന്ന് കിട്ടണ ഫണ്ട് ഞങ്ങൾ യൂസ് ചെയ്യണം. ലോക മാസ്റ്റേഴ്സ് മീറ്റിൽ ഹൈജമ്പിൽ വെങ്കലം നേടിയ മറ്റം സ്വദേശി അന്തോണിക്ക് ആദരവുമായി മോർണിംഗ് വാക്കേഴ്സ് അസോസിയേഷൻ. ചെന്നൈയിൽ വെച്ച് നടന്ന ലോക മാസ്റ്റേഴ്സ് മീറ്റിൽ 70 വയസ്സിന് മുകളിലുള്ളവർക്കായുള്ള വിഭാഗത്തിൽ ഹൈജമ്പ് ഇനത്തിൽ മത്സരിച്ച് വെങ്കല മെഡൽ നേടിയ കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ അഭിമാനമായ മറ്റം സ്വദേശി അന്തോണിക്കാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ട് മോർണിംഗ് വാക്കേഴ്സ് അസോസിയേഷൻ ആദരമൊരുക്കിയത്. സ്ഥിരമായി ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ പരിശീലനം നടത്തിവരുന്ന അന്തോണി പ്രായത്തെ തോൽപ്പിക്കുന്ന ആത്മവിശ്വാസത്തോടെയാണ് ലോക മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്ത് ചരിത്ര നേട്ടം കൈവരിച്ചത്. ഗ്രൗണ്ട് വർക്കേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ മൊമെന്റോ നൽകി അന്തോണിയെ ആദരിച്ചു. തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ഓട്ടോറിക്ഷയും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർ അണ്ടത്തോട് സ്വദേശി 34 വയസ്സുള്ള മുഹമ്മദ് റാഫിക്ക് പരിക്കേറ്റു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടമുണ്ടായത്. നഗരസഭയ്ക്ക് സമീപത്തെ വൺവേ ഇറങ്ങി ഗുരുവായൂർ റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ചരക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ അടുത്തുള്ള ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന യാത്രക്കാരി പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രവും പരിസരവും പ്രകാശപൂരിതമാക്കി ലക്ഷദീപം തെളിഞ്ഞു. അയ്യപ്പ ഭജന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കണ്ണന്റെ തിരുസന്നിധിയിൽ സന്ധ്യയ്ക്ക് ലക്ഷദീപം തെളിയിച്ചത്. ക്ഷേത്രത്തിനകത്ത് വിളക്കുമാടങ്ങളിലും ദീപസ്തംഭങ്ങളിലും നിലവിളക്കുകളിലുമായി ആയിരക്കണക്കിന് ദീപങ്ങൾ നിറഞ്ഞുകത്തി. നടപ്പുരകളിൽ നിലവിളക്കുകളിലും ചരാതുകളിലുമായി ദീപങ്ങൾ തെളിഞ്ഞു. വിളക്കാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തരും ചേർന്നാണ് ദീപം തെളിയിച്ചത്. ശീവേലിക്ക് ഗുരുവായൂർ ശശിമാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. വിളക്കാഘോഷത്തിന്റെ 13ാം ദിവസമായ വ്യാഴാഴ്ച പരുവക്കാട്ട് കുടുംബം വക ചുറ്റുവിളക്കാണ്. ഗുരുവായൂരിലെ പുരാതന തറവാട്ടുകാരായ പരുവക്കാട്ടു കുടുംബം വക നൂറ്റാണ്ടുകളായി നടത്തുന്ന വിളക്കാഘോഷമാണിത്. ഉച്ചതിരിഞ്ഞുള്ള കാഴ്ച ശിവേലിക്ക് താമരയൂർ അനീഷ് നമ്പീശന്റെ പ്രമാണത്തിൽ 51 വാദ്യക്കാർ അണിനിരക്കുന്ന മേളം അകമ്പടിയാകും. സന്ധ്യയ്ക്ക് ഗുരുവായൂർ വിഷ്ണുപ്രസാദ് മാരാർ, കാർത്തിക് ജയമാരാർ എന്നിവരുടെ തായമ്പകയും ഉണ്ടാകും. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് ഇടയ്ക്ക നാഗസ്വരമേളം അകമ്പടിയാകും. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രധാന പ്രതി നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷിനെ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചു. പ്രതിയെ ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായാണ് 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിൽ നിന്നും അറസ്റ്റിലായ പ്രഗിലേഷിനെ ശനിയാഴ്ച ഗുരുവായൂരിൽ എത്തിച്ചിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച പ്രതിയെ ഞായറാഴ്ചയാണ് റിമാൻഡ് ചെയ്തത്. ഒക്ടോബർ 10-നാണ് മുസ്തഫയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
പലിശക്കാരുടെ ഭീഷണി മൂലം ജീവൻ ഒടുക്കുന്നു എന്ന ആത്മഹത്യാക്കുറിപ്പിൽ പ്രഗിലേഷിന്റെയും കണ്ടാണശ്ശേരി സ്വദേശി ദിവേഗിന്റെയും പേരുകൾ പരാമർശിച്ചിരുന്നു. രണ്ടാം പ്രതി ദിവേഗിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ചിറമനേങ്ങാട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പരുമല തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം വടക്കേ കുരിശുപള്ളിയിൽ നിന്നും ആരംഭിച്ച് പുതിയ കുരിശുപള്ളിയിൽ ധൂപപ്രാർത്ഥനയ്ക്കു ശേഷം പന്നിത്തടം സെന്ററിൽ ചുറ്റി തിരികെ പള്ളിയിലെത്തി സമാപിച്ചു. രാത്രി 10 മണിക്ക് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പ് നടന്നു. ബുധനാഴ്ച രാവിലെ 7-ന് പ്രഭാത നമസ്കാരം, 8-ന് വിശുദ്ധ കുർബാനയ്ക്ക് ഇടവകാംഗം ഫാദർ യാക്കോബ് പ്രിൻസ് കാർമികനായി പെരുന്നാൾ സന്ദേശം നൽകി. പ്രദക്ഷിണം, ആശീർവാദം, നേർച്ചയും നടന്നു. ഉച്ചയ്ക്ക് 12:30-ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. വൈകിട്ട് 5:30-ക്ക് ധൂപപ്രാർത്ഥന, ആശീർവാദം പൊതുസദ്യയോടെ സമാപിച്ചു. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബെഞ്ചമിൻ, ട്രസ്റ്റി CK മോഹൻ, സെക്രട്ടറി KK പ്രിൻസ് എന്നിവർ നേതൃത്വം നൽകി. യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് സിനഡിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് ഭാരത ക്രൈസ്തവീയം 2025 എന്ന പേരിൽ ഒരു ക്രൈസ്തവ സമ്മേളനം നവംബർ 16 ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് നഗരസഭയുടെ പരിസരത്തു നിന്നും ആരംഭിക്കുന്ന സുവിശേഷ റാലി ഗുരുവായൂർ റോഡ് വഴി നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. ഇതേ തുടർന്ന് 6 മണിയോടെ പൊതുയോഗം ആരംഭിക്കും. പ്രശസ്ത സംഗീത സംഘമായ തിരുവനന്തപുരം ബാൻഡ് ഓഫ് പെട്ടകം മ്യൂസിക്കൽ ഫ്യൂഷൻ പ്രോഗ്രാം നടത്തും. കേരളത്തിൻ്റെ തനതായ താളങ്ങളും ക്രിസ്തീയ സംഗീതവും ഒന്നിച്ചു ചേരുന്ന ഈ പരിപാടി പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. പ്രമുഖ ചരിത്രകാരനും ജേർണലിസ്റ്റുമായ ഡോക്ടർ ബാബു കെ വർഗീസ് ആധുനിക ഭാരതത്തിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും സംസ്കാരത്തിലും ക്രൈസ്തവ മിഷണറിമാരുടെ പങ്ക് എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. കുന്നംകുളം താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ സമ്മേളനത്തിൽ പങ്കെടുത്ത് ക്രിസ്തീയ സാക്ഷ്യത്തെ പുനഃസ്ഥാപിക്കുന്ന സ്മരണീയ മഹാസംഗമമായി മാറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഛത്തീസ്ഗഡിലെ ഒരു ചർച്ചിലെ ഗോമാംസം വെച്ചിട്ടുണ്ടെന്നുള്ള അപഖ്യാതി പരത്തി ആ ചർച്ചിൽ കയറി ബൈബിളുകൾ പിച്ചിക്കീറി അക്രമം അഴിച്ചുവിട്ടു. ഞങ്ങൾ ഭാരതത്തിൽ പിറന്നവരാണ്, ഭാരതീയ സംസ്കൃതിയെ ഞങ്ങൾ സ്വീകരിച്ചവരാണ്. എങ്കിലും ഞങ്ങളുടെ വിശ്വാസ സംഹിത ഞങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശം ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. മർദ്ദിതരായവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ വിമോചനത്തിന് വേണ്ടി ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും ഞങ്ങൾക്ക് ലഭ്യമാകണം എന്നുള്ളതാണ്. അങ്ങനെ മർദ്ദിക്കപ്പെടുന്നവർക്ക് സഹായഹസ്തങ്ങൾ നൽകുക എന്നുള്ളതാണ് UPSന്റെ പ്രധാനമായും ലക്ഷ്യം. ക്രൈസ്തവ സഭ നേരിടുന്ന പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളിലൂടെ ദേശീയ ഐക്യതയിലും നവോത്ഥാനത്തിലും വളർച്ചയിലും ക്രൈസ്തവ സഭകൾ നൽകിയ സംഭാവനകളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് പാസ്റ്റർമാരായ UPS ദേശീയ സെക്രട്ടറി MG ഇമ്മാനുവേൽ, താലൂക്ക് പ്രസിഡന്റ് PK ജെയിംസ് മേമന, വൈസ് പ്രസിഡന്റ് ലിബിനി ചുമാർ, സെക്രട്ടറി തോമസ് ചാക്കോ, ട്രഷറർ അജീഷ് മാത്യു എന്നിവർ അറിയിച്ചു. കുന്നംകുളം YMCAയുടെ അഖില ലോക പ്രാർത്ഥനാ വാരത്തിന് തുടക്കമായി. YMCA ഹാളിൽ കുന്നംകുളം സെന്റ് തോമസ് കിഴക്കേ പുത്തൻപള്ളി വികാരി ഫാദർ TC ജേക്കബ് പ്രാർത്ഥനാ വാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്രാരിയേലി സെന്റ് മേരീസ് യാക്കോബായ പള്ളി വികാരി ഫാദർ ജിനോ ജോസ് കരിപ്പാക്കാടൻ മുഖ്യ സന്ദേശം നൽകി. ആർത്താറ്റ് മാർത്തോമ പള്ളി വികാരി ഫാദർ കോശി കുര്യൻ പ്രാരംഭ പ്രാർത്ഥന നടത്തി. കുന്നംകുളം YMCA പ്രസിഡന്റ് CU ബെന്യാമിൻ അധ്യക്ഷനായ യോഗത്തിൽ റിലീജിയസ് കൺവീനർ ഷൈജൻ C ജോബ്, YMCA സെക്രട്ടറി TC സജു എന്നിവർ സംസാരിച്ചു. ജൂബിലി പ്രാർത്ഥനയുടെ പ്രവർത്തനത്തിലെ 150 വർഷങ്ങൾ എന്നതായിരുന്നു ചിന്താവിഷയം. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും നിലമ്പൂർ സെന്റ് മേരീസ് സിംഹാസനപ്പള്ളി വികാരി ജേക്കബ് ജയേഷ് പുലിക്കോട്ടിൽ നേതൃത്വം നൽകി. കുന്നംകുളം YMCA കൊയർ സംഘം ഗാന ശുശ്രൂഷ നടത്തി. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിലെ ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ സിസിലി പുണ്യവതിയുടെ തിരുനാളും കുടുംബസംഗമവും നടത്തി. രാവിലെ നടന്ന പാട്ടുകുർബാനയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. വൈകിട്ട് ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് സേവ്യർ ജോസഫ് അധ്യക്ഷനായി. സെക്രട്ടറി മിഥു റോസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫാദർ ജെയ്സൺ മാറോക്കി മുഖ്യപ്രഭാഷണം നടത്തി. നിർമ്മല ഭവൻ കോൺവെന്റ് അംഗം സിസ്റ്റർ ബിൻസി മരിയ,
പ്രതിനിധി യോഗം സെക്രട്ടറി അഡ്വക്കേറ്റ് സോജൻ ജോബ്, കേന്ദ്ര സമിതി കൺവീനർ AJ ജോൺസൺ, സംഘടനാ ഏകോപന സമിതി പ്രസിഡന്റ് ജിൻഡോ വിൻസെന്റ്, ഗായക സംഘം ട്രഷറർ ടോണി ജേക്കബ്, കൈക്കാരൻ അൽഫോൺസ് മുട്ടത്ത്, ദേവാലയ ശുശ്രൂഷി ഡൊമിനിക് ലാസർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ഗായക സംഘാംഗമായ ജോമിയോ ആൽബർട്ടിനെ മൊമെന്റോ നൽകി ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അവകാശ നിഷേധങ്ങൾക്കുമെതിരെ തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാരുടെ സംഘടനയായ മെക്സ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം നടത്തി. മെക്സ കേരള സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാരോടുള്ള സർക്കാർ അവഗണന മനുഷ്യത്വരഹിതമാണെന്ന് തോമസ് കല്ലാടൻ വ്യക്തമാക്കി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പെരിങ്ങമല സജീബ് ഖാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മൂസിൻ കേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി ശരണ്യ മലപ്പുറം, ഭാരവാഹികളായ ലജീവ് വിജയൻ, വക്കം അശോകൻ, നാസർ മണ്ണാർക്കാട്, ഷാഫി പെരുവള്ളൂർ, കരീം കാസർകോട്, ഷമീം ഹോജ, ജസ്റ്റിൻ സെബാസ്റ്റ്യൻ, ഹാഷിഫ് തിരൂരങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,505 രൂപ, പവന് 92,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 165 രൂപ. ചരമം പുന്നയൂർ വെട്ടിപ്പുഴയ്ക്ക് വടക്കുഭാഗം താമസിക്കുന്ന മുക്കണ്ടത്ത് പരേതനായ കുഞ്ഞാവു മകൻ അബ്ദുറഹ്മാൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. ഖബറടക്കം മന്നലാങ്കുന്ന് ജമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ജമീല ഭാര്യയും രജീഷ്, റെജീന, റജീബ് എന്നിവർ മക്കളുമാണ്. തിരുവത്ര പുതിയറ പുന്ന റോഡിൽ പരേതനായ ഐനിപ്പുള്ളി നാരായണൻ ഭാര്യ പാറുക്കുട്ടി നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വീട്ടുവളപ്പിൽ നടത്തും. ഗോപിനാഥ്, കോമള, നിർമ്മല, പ്രേമ, മനോജ് കുമാർ എന്നിവർ മക്കളാണ്. കുന്നംകുളം പനക്കൽ റോഡിൽ പരേതനായ പനക്കൽ ജെയിംസ് ഭാര്യ ശാന്ത നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12-ന് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. സജി റോയ്, ബിജു ജെയിംസ്, രജു ജെയിംസ്, നിജി വിനു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരുമപ്പെട്ടിയിൽ കലയുടെ നൂപുര ധ്വനികൾ ഉണർന്നു. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ നിർവഹിച്ചു. CCTV കലോത്സവ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനവും DO നിർവഹിച്ചു. പോയിന്റ് നിലയിൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് മുന്നിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. കുന്നംകുളത്ത് നഗരസഭയിലേക്ക് സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കളത്തിലേക്കിറങ്ങി BJP. ഒരു സിറ്റിംഗ് വാർഡ് ഉൾപ്പെടെ 10 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് BJP ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. കുന്നംകുളം നഗരസഭയിൽ 650 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. കാമ്പില്ലാത്ത അവകാശവാദങ്ങളാണ് ഭരണസമിതിയുടേതെന്ന് പ്രതിപക്ഷം. പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ജനകീയം 2025 തത്സമയ സംവാദത്തിന് തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.